എൻ്റെ പേര് മായ, എൻ്റെ ഭർത്താവിൻ്റെ പേര് സുഭാഷ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. അപ്പം ഇതിപ്പോൾ പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണേ ഒരു 3 വർഷത്തിന് മുന്നേ എൻ്റെ ചെവിയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ചേച്ചി ഇവിടെ കൃപാസനം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് ഒരു ചെറിയൊരു കാശിരൂപം പോണക്കത്തെ ഒരു ചെറിയൊരു ഇത് കൊണ്ട് തന്നു. എന്തുവാ, ഒരു ലോക്കറ്റും ഒരു പത്രപ്പേപ്പറും തന്നിട്ട് ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോള് ഈ പള്ളിയിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ പോയിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, മോൻ എത്ര മക്കളുണ്ട്? ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായി. ആദ്യം ഒന്ന് പ്രഗ്നൻ്റ് ആയിട്ട് ആ കുഞ്ഞങ്ങ് അബോഷനായിപ്പോയി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞുണ്ടായി 3 വർഷം കഴിഞ്ഞപ്പം. ആ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞ് 6 മാസമായി പ്രസവിച്ച് കഴിഞ്ഞാണ് ആ കുഞ്ഞ് മരിച്ചു വന്നത്. ആൺകുഞ്ഞായിരുന്നു. ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് ആ കുഞ്ഞ് മരിച്ചുപോയി. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയുടെ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടേ അടുത്തത് ഇനിയും പ്രഗ്നൻ്റ് ആകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചിയോട് ഇത് പറഞ്ഞപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, മോനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മോൻ ആ പള്ളിയിൽ പോയി വിശ്വാസത്തോടു കൂടി മാതാവമ്മയ്ക്ക് ഉടമ്പടി എടുക്കണം, മോൻ അവിടെ പോകണമെന്ന് പറഞ്ഞു. അത് ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെവിയുടെ ചെക്കപ്പിന് വേണ്ടി പോയപ്പം ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മുന്നിലോട്ടൊരു പത്രം, എനിക്കറിയത്തില്ല എങ്ങനെയാണ് വീണേന്ന് പോലും എനിക്കറിയത്തില്ല, ആ പത്രം എൻ്റെ മുന്നിൽ വന്ന് വീഴുകയും ഞാൻ ആ പത്രം, അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇടിയാത്തെ ചവിട്ടരുത്, ആ പത്രം നീ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഭാഷ് ചേട്ടാ, നമ്മൾ ഈ പള്ളി പോകാമെന്നും അന്ന് ചെവിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞതല്ലേ നമ്മൾ ആ പള്ളി പോകാമെന്നും എടുക്കാമെന്നും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അന്നേരം തന്നെ ചെക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ ചേട്ടൻ പറഞ്ഞു, അതിനെന്താ നമുക്ക് ആ പള്ളിയിൽ പോകാം, ഇനി എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും അവിടെ പോയിട്ടേ നമ്മൾ വീട്ടിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ പിന്നെ 2023 9-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തന്നെ എല്ലാ പിന്നെ തൈലവും ഉപ്പും കാശിരൂപവും ഒക്കെ വെച്ച് ഇവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ്ത് അച്ഛൻ്റെ ധ്യാനവും ഒക്കെ കാണുകയും എല്ലാ പുണ്യപ്രവൃത്തികളും ഞങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ജൂൺ ഒരു 10 ആയപ്പോഴത്തേക്കിന് ഇതുപോലെ ഒരു തലകറക്കം പോലെ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. എനിക്ക് അങ്ങനെ എൻ്റെ അമ്മ മാതാവ് തന്ന പൊന്നു മോനാണ് വേണ്ട എനിക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അതിന് മുമ്പുണ്ടായതെല്ലാം എൻ്റെ പോവായിരുന്നു. പക്ഷേ ഇതിനെ എനിക്ക് ആയുസോടുകൂടി എൻ്റെ മാതാവമ്മ എനിക്കെൻ്റെ കയ്യിൽ തന്നു. 1000 നന്ദി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറയുകയാണ്. കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കിന് ചേട്ടന് ഓരോരുത്തർക്ക് ആഹാരം മേടിച്ച് കൊടുക്കുകയും അവർക്ക് പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ വയ്യാത്ത ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ പത്രം, ഇവിടുന്ന് തരുന്ന പത്രമാണെങ്കിലും ഞങ്ങൾ കൊണ്ട് നടന്ന് കൊടുക്കും. ഒരെണ്ണം പോലും ആർക്കും വേണ്ട എന്ന് പറയുന്നവർക്ക് കൊടുക്കാറില്ല. നമ്മുടേത് സ്വീകരിക്കുന്നവർക്ക് 2 കൈ നീട്ടി സ്വീകരിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അവരത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മായ സുഭാഷ് വിയപുരം തൻ്റെ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വിവാഹത്തിന് ശേഷം ഇവരുടെ സ്വപ്നമാണ് മക്കളെന്നത്. എന്നാൽ ആദ്യത്തേതും രണ്ടാമത്തേതും അബോർഷനായിട്ട് പോവുകയും പിന്നെ അതോടൊപ്പം തന്നെ 3ാമത് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനായിട്ട് അമ്മ മാതാവിലൂടെ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുവാനുണ്ടായ സാഹചര്യവും അതോട് ചേർന്നുകൊണ്ട് ഈ ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇവരുടെ ഇടയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഉണ്ട് എന്നുള്ളതാണ് എൽത്താരയ്ക്ക് മുമ്പിൽ ഇവർക്ക് സാക്ഷ്യം പറയുവാനുള്ള ഏറ്റവും വലിയ ധൈര്യമെന്ന് പറയുന്നത്. ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയും അനുഗ്രഹഫലമായിട്ടാണ് ഇന്ന് നമുക്ക് മുമ്പിൽ കാണുന്ന ഈ മകൻ ഇവിടെ കയ്യിലായിരിക്കുകയൊക്കെ ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ ഇവിടെ ഏറ്റവും വലിയ ദുഃഖത്തെ അത് സന്തോഷമായിട്ട് ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ ഇവർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും നന്ദിയോടെ പ്രാർത്ഥിക്കാം. ഇനി ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഇനിയും അനുഭവ സാക്ഷികൾ പങ്കുവെക്കുവാനും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഇവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെയൊക്കെ നിയോഗങ്ങളെയും പരിസ്ഥിതി മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട്
നമ്മളെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.